ധന്യ തിരുനാമം ഈ അനുഗ്രഹീതമായ വിശുദ്ധ സഭാരാധനയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസഭയിലായിരിക്കുന്ന ദൈവമക്കൾ, വേദിയിലായിരിക്കുന്ന ദൈവദാസൻ, ഈ ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന കർത്താവിൻ്റെ മകൻ, സഹോദരി സഹോദരങ്ങൾ, കർത്താവിൻ്റെ ദാസി, കർത്താവിൻ്റെ മകൻ, വിവിധ ഇടങ്ങളിൽ ദൈവവചനം ഇതേ സമയം ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും വാച്ച് ചെയ്യുന്ന ദൈവമക്കൾ, സഹോദരി സഹോദരങ്ങൾ, വിശേഷാൽ ആദരണീയരായ ദൈവഭൃത്യന്മാർ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൽ എൻ്റെ അകമഴിഞ്ഞ സ്നേഹവന്ദനം. ഒരു പകലൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന് കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പിതാക്കന്മാർ ചെയ്തു വന്നതുപോലെ ആ തിരുമേശയിൽ സംബന്ധിക്കാനും നമുക്കിടയായി ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. നമ്മുടെ കേരളക്കരയിൽ, ഇന്ത്യയിൽ വിവിധ ഇടങ്ങളിൽ കർത്താവിനെ ആരാധിക്കുവാൻ ആലയം പിന്നെയും തുറക്കുവാൻ കഴിയാതെ ട്രിപ്പിൾ ലോക്ക്ഡൗണുമായി ദിവസങ്ങളും മാസങ്ങളും ദൈവദാസന്മാർ വേദനയോട് കഴിയുമ്പോൾ എനിക്കറിയാം, രാത്രിയുടെ സമയങ്ങളിൽ, ഇവിടുത്തെ രാത്രിയുടെ സമയങ്ങളിൽ ദൈവദാസന്മാർ പലരും മെസ്സേജ് ഇടുകയും ബന്ധപ്പെടുകയും ചെയ്യുകയാണ്. ആഴത്തിൽ നിലവിളിച്ചുകൊണ്ട്, ആഴത്തിൽ വേദനിച്ചുകൊണ്ട് ഈ ബാധകൾ ഒന്നൊന്നായി കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനത്തിലൂടെ എളിയവൻ വെളിപ്പെടുത്തിയതുപോലെ പകർച്ചവ്യാധികൾ, ബാധകൾ ഒന്നൊന്നായി വെളിപ്പെട്ടു വരുമ്പോ ഒന്നിനും ഒരു അറുതിയില്ലാതെ ഇപ്പം മാറുമെന്ന് എല്ലാവരും പറയുമ്പോ ആ പ്രവചനങ്ങൾക്കൊക്കെ അപ്പുറത്ത് ശത്രു താണ്ഡവ നൃത്തമാടുമ്പോ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും: ഒരുവൻ വരാറായി, അവൻ വാതിൽക്കലായി. പ്രിയരെ, അവിശ്വാസമുള്ളവർ നിങ്ങളുടെ വലതുകരം, നിങ്ങൾ സൂമിലാണെങ്കിലും നിങ്ങളുടെ ഭവനത്തിൽ എവിടെ ഇരിക്കുകയാണെങ്കിലും ആ വലതുകരം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് എന്റെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കോ. അവന്റെ ദയയുണ്ട്. എത്ര പേര് ശ്രേഷ്ഠന്മാര് ഇന്നലെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ദേവദാസൻ പെട്ടെന്ന് ഒരു ദേവദാസൻ മാറ്റി. ദേവദാസിയും കുടുംബവും കിടന്ന് ഹല്ലേലൂയ മണിക്കൂറുകൾ പോലും ആമേൻ ഡെഡ് ബോഡി വെക്കാൻ അനുവാദമില്ല. ഹല്ലേലൂയ ഹോളിൽ അനുവാദമില്ല, വീട്ടിൽ അനുവാദമില്ല. പഴയ കാലത്തെ ഒരു കുഴി പോലെ കുഴി വെട്ടി, ഇപ്പൊ പലതും ദഹിപ്പിക്കുന്ന പോലത്തെ അനുഭവമാണെങ്കിൽ കുഴി വെട്ടി അവിടെ നിന്നാണ് ശുശ്രൂഷകൾ ചെയ്യുന്നത്. എത്ര വേദനാജനകമായ അനുഭവം! ഇതാ അവൻ വാതിൽക്കലായിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കുടുംബങ്ങൾക്കും കർത്താവിന്റെ അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കും. വിവിധ സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അറിയിച്ച എല്ലാവർക്കും വേണ്ടി കുടുംബമായും ഞങ്ങൾ സഭയായും വ്യക്തിപരമായി പ്രയർ ഗ്രൂപ്പിൽ പാസ്റ്റർ കെ.ജി. തങ്കച്ചൻ അവരുകളെ അറിയിച്ച് പ്രാർത്ഥിക്കും. ഓവർസിയർ പാസ്റ്റർ രഞ്ജൻ നായിക്ക് വലിയ പ്രയർ ഗ്രൂപ്പായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഏത് പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഞങ്ങൾ ആ മെസ്സേജുകൾ പാസ് ചെയ്യും. ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. ഏതെങ്കിലും വ്യക്തികൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ബന്ധപ്പെടുക. പീശോൻ പെന്തക്കോസ്റ്റൽ ദൈവസഭയോട് കണക്ട് ചെയ്താൽ മതി. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അനേക ദൈവദാസന്മാർ സഭാവ്യത്യാസമന്യേ ഈ സോഷ്യൽ മീഡിയയിലൂടെ ദൈവവചനം കേൾപ്പിക്കുന്നുണ്ട്. ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകുക. Be witness unto the uttermost part of the earth.
ഭാഗത്തും സാക്ഷികളാകാൻ നമുക്കിപ്പോ ഒരു വഴിയുമില്ല. ആകെയുള്ളത് ഈ മീഡിയകളാണ്. ദൈവം തന്ന മീഡിയയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം തന്ന സൂമിനായി ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു കഴിവില്ലാത്ത അനേക ദൈവവൃത്യന്മാരെ പുറത്തു കൊണ്ടുവരുന്ന ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നാം അന്യോന്യം പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കണം. അന്യോന്യം സ്നേഹിക്കുന്നവരെന്ന് മാത്രമല്ല, പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കണം. ഒരാൾ നശിപ്പിക്കുന്നവരായിട്ടല്ല, സ്നേഹിക്കുന്നവരായി എപ്പോഴും പറ്റുന്നില്ലെങ്കിലും പ്രോത്സാഹനം കൊടുക്കുന്നവരായിരിക്കണം. അനേക ദൈവദാസന്മാരെ ഈ നാളുകളിൽ ലൈവിലൂടെ ഓൺലൈനിലൊക്കെ വരുമ്പം ഞാൻ അവർക്ക് ആ മെസ്സേജിന് മറുപടി കൊടുക്കും. എന്താന്ന് ചോദിച്ചാൽ, അവർ ചെയ്യുന്ന ചെറിയ കാര്യം വരെ എന്റെ അപ്പച്ചൻ അത് വലിയ കാര്യമാണ്. എങ്കിലും ആരും ഇത് മുതലെടുക്കാതെ ഈ കാലഘട്ടം ദൈവ സ്നേഹത്തിൽ നിറഞ്ഞ് നിത്യതയുടെ യാത്രയ്ക്കായി ഒരുങ്ങിക്കൊള്ളുക. കഴിഞ്ഞ ദിവസം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നടന്ന യുദ്ധങ്ങളും യുദ്ധശുദ്ധികളും എന്ന ആശയം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. ആ യുദ്ധങ്ങൾ തീർന്നതല്ല. വെടിനിർത്തൽ നടത്തിയെങ്കിലും തീർന്നിട്ടില്ല. ചിലതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. ഇനിയുള്ള അരമണിക്കൂറാണ് നമുക്കുള്ളത്. തിരുവചനത്തിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോട് നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയാം. അതിന് 2 വേദഭാഗങ്ങളാണ് ഇന്ന് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. കണ്ടിന്യൂവേഷനായി ചില ആഴ്ചകൾക്ക് മുൻപ് വരെ വെളിപ്പാട് പുസ്തകം നാം വായിച്ചുകൊണ്ട് പഠിച്ചും കൊണ്ടിരിക്കുവായിരുന്നല്ലോ. കർത്താവിന്റെ ദാസന്മാർ പാസ്റ്റർ ടി.ജെ. ശൗമേൽ അവറുകൾ ഉൾപ്പെടെ ശക്തന്മാർ പഠിപ്പിക്കുന്ന വളരെ ശ്രേഷ്ഠമായ വചനം ഈ ചർച്ചിൽ നാം അത് പഠിക്കുകയാണ്. സഭകളും 7 സഭയും 7 സഭയുടെ കാലയളവും ഇന്നത്തെ സഭകളും കുഞ്ഞാടിന്റെ വലിയ യോഗ്യതകളും അനുഗ്രഹിക്കപ്പെട്ടതായ ആശയങ്ങൾ ഒത്തിരി നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് മുതൽ നാം ചിന്തിക്കേണ്ടത് 6-ാം അധ്യായം മുതലാണ്. 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്കായി വായിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ഇനി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുള്ളൂ. ഇനി ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കണം. ഈ 3 വാക്യവും പിന്നീടും നമുക്ക് ധ്യാനിക്കാവുന്നതാണ്. ഇന്നത്തെ ധ്യാന ആരംഭമാകുന്നത് കൊണ്ട് നാം അതും കൂടെ വായിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. Acts chapter 1 verse 11. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. 3 വേദഭാഗങ്ങളെ ഓർത്തുകൊണ്ടാണ് നാം ഇന്ന് ഈ ആരംഭ സ്റ്റഡി വീണ്ടും ആരംഭിക്കുന്നത്. അതാത് സ്ഥാനങ്ങളിൽ ഒരു നിമിഷം സഭയായി വ്യക്തിപരമായിരിക്കുന്നിടങ്ങളിൽ കൂട്ടങ്ങളിൽ
നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുവാൻ സാധിക്കുമെങ്കിൽ കണ്ണുകൾ അടച്ച് ആത്മാഭിഷേകത്തോടുള്ളവർ അഭിഷേകത്തോട്, അന്യഭാഷ പ്രാപിക്കാത്ത, ദൈവകൃപ പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞിരിക്കുമെങ്കിൽ ഇന്ന് നമുക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. തിരുവചനം അത് അനുഗ്രഹം തന്നെയാണ്. ഇന്ന് ആളുകൾ തപ്പി നടക്കുന്നത് ദൈവവചനം കേൾക്കാനാണ്. ഒരു സമയത്ത് ആർക്കും ഈ തിരുവചനം വേണ്ട, ആർക്കും തിരുമേനിയുടെ സത്യങ്ങൾ വേണ്ട. എന്നാൽ നല്ല മേനി തിരുമേനി ഇന്ന് രാവിലെ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. ഒത്തിരി തിരുമേനിമാരുണ്ട്, എന്നാൽ ഈ അദൃശ്യവാനും ദൃശ്യവാനുമായി നിന്നെ സ്നേഹിച്ചു, നിന്റെ മരണം കൃത്യമായി അറിയുന്ന, നിന്റെ ജീവിതം കൃത്യമായി അറിയുന്ന, നിന്റെ ഡെസ്റ്റിനി അറിയുന്നവന്റെ അടുക്കലേക്ക് ഒരു മിനിറ്റ് കടന്നു വരൂ. പരിശുദ്ധരെ, ഞങ്ങളുടെ മുഴുവൻ അറിയുന്ന, ഞങ്ങളുടെ ദിവസം അറിയുന്ന, ഞങ്ങളുടെ ദിവസങ്ങളെ എണ്ണാൻ ബുദ്ധി ഉപദേശിക്കുന്ന, മാത്രമല്ല ഞങ്ങളുടെ കൂട്ടായ്മ അറിയുന്ന, ഇന്നത്തെ ആരാധന അറിയുന്ന കർത്താവേ, ഈ വചനം ഞങ്ങൾക്ക് ഷെയർ ചെയ്യുവാൻ കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും നിന്റെ ജനത്തെ വിടുവിക്കണമേ. ആരൊക്കെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നു അവർക്കെല്ലാം അത്ഭുതകരമായ വിടുതലിനായി പ്രാർത്ഥിക്കും. ഭക്തിയോട് നിന്റെ സന്നിധിയിലിരിക്കട്ടെ. സഭയെ അനുഗ്രഹിക്കണം, ജനത്തെ അനുഗ്രഹിക്കണം, രാജ്യങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തോട് കരുണ കാണിക്കണം. പ്രാർത്ഥന കേട്ട് ഈ വചനം ഞങ്ങൾക്ക് ഉത്തരം വരണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവജനത്തിന്, ദൈവസഭകൾക്ക് ഏറ്റവും സന്തോഷമായ ഒരു വാർത്തയുണ്ട്. ആ വാർത്ത എന്ന് പറയുന്നത് ലോക ജനതയെ ഞെട്ടിപ്പിക്കുന്നതും മനുകുലത്തെ ഞെട്ടിപ്പിക്കുന്നതും, അപ്പോൾ തന്നെ സ്നേഹിത, ദൈവജനത്തിന്റെ ഇടയിൽ ദൈവസഭയ്ക്ക് വലിയ സന്തോഷം പകരുന്ന ഒന്നാണ്. അതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പുനരാഗമനം. വലിയ ഒരു വിഷയത്തിലേക്കാണ് ഇന്ന് പകലിൽ ഞാൻ വിരൽ ചൂണ്ടുന്നത്. എന്നെ കേൾക്കുന്ന വാത്സല്യ ശ്രോതാവേ, സ്നേഹിത ദൈവദാസീദാസന്മാരെ, എല്ലാറ്റിനും മാറ്റം വരും. ആകാശം മാറും, ഭൂമി മാറും. അങ്ങനെ ഞാൻ പറഞ്ഞാൽ എനിക്ക് ലഭിച്ച നിമിഷങ്ങൾക്കകത്ത് ഈ ശുശ്രൂഷയുടെ ഭാഗം നിർത്തുവാൻ കഴിയാതെ വരും. ആകയാൽ 2 വേദഭാഗങ്ങൾ നാം ആദ്യം വായിച്ചു. കർത്താവിന്റെ ദാസി വായിച്ചെടുത്ത്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിങ്കിലേക്ക് നോക്കി നിൽക്കുന്നതെന്ന് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോകുന്നവനായി കണ്ടതുപോലെ അവൻ വീണ്ടും വരാൻ പോകുകയാ. കരങ്ങൾ ഉയർത്തി അവൻ പോയതുപോലെ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു പോയി, നിങ്ങൾ കലങ്ങണ്ട, ഞാൻ പോയതുപോലെ ഞാൻ നിങ്ങൾക്കായി വരാൻ പോകുകയാണ്. അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ എന്തിനാണ് നോക്കി നിൽക്കുന്നത്? ഇന്നും സമസ്ത കോടികൾ നോക്കി നിൽക്കുന്നവൻ അവൻ വേഗം വരാൻ പോകുകയാണ്.
അങ്ങോട്ട് പറയുമ്പോ എന്റെ രണ്ട് കണ്ണ് വന്ന് നിറയും. പ്രവചനം പറയുമ്പോഴല്ല കണ്ണ് നിറയുന്നത്. എന്റെ അരിമനാഥനായ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ആലോചനകൾ അങ്ങോട്ട് പറയുമ്പോ കണ്ണ് നിറയുന്ന ദൈവമക്കളെ, അവൻ വാതിക്കലെത്തിയിരിക്കുകയാണ്. അവൻ വാതിക്കലെത്തിയിരിക്കുകയാണ്. അവന്റെ ശബ്ദത്തിന്റെ മാറ്റൊലി വനങ്ങളെ തോലുരുക്കുന്ന ശബ്ദം, പേടകളെ പ്രസവിക്കുവാനാക്കുന്ന ദൈവ ശബ്ദം ഇന്ന് പകലിൽ കേൾക്കുന്ന ആരെങ്കിലും ഈ വരവിനെ സംശയിക്കുന്നുണ്ടെങ്കിൽ അവന്റെ പുനരാഗമനം അടുത്തിരിക്കുകയാണ്. രണ്ടാമത്തെ വരവിന്റെ ഒന്നാമത്തെ മൂലഭാഷയിലേക്കൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. വരവിന്റെ ലക്ഷണങ്ങൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെയുള്ള സമയം പല ആശയങ്ങൾ മിഡ് ട്രിബുലേഷൻകാരെ, പ്രീ ട്രിബുലേഷൻകാരെ, പോസ്റ്റ് ട്രിബുലേഷൻകാരൊക്കെ പഠിപ്പിക്കുന്നെങ്കിലും 6-ാം അധ്യായം ഇവിടെ കർത്താവിന്റെ മകൾ വായിച്ച വാക്യം മുതൽ 19-ാം അധ്യായം 19-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങൾ ദൈവസഭ ഇവിടെ കാണത്തില്ല. 4-ാം അധ്യായത്തിന്റെ നമുക്കറിയാവുന്ന വാക്യമാ. അതിന്റെ 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാന് കാണിച്ചു തരാം. ദൈവസഭ ഇവിടുന്ന് കയറിപ്പോകും. അല്ലയോ യോഹന്നാനെ, ഈ വെളിപ്പാട് നീ അറിഞ്ഞിരിക്കണം. ഇന്ന് രാവിലെ പകർച്ചവ്യാധികളാൽ, ഭാരങ്ങളാൽ, ഫംഗസ് രോഗങ്ങളാൽ, മാനസിക സംഘർഷങ്ങളാൽ, പിരിമുറുക്കങ്ങളാൽ, നിത്യതയെ പറ്റി വിവരമില്ലാത്തവർ പോലും ഇന്ന് പകൽക്കാലം ഒരു ജീവനുള്ളവരുണ്ടെന്ന് അറിയാപ്പിയാരെങ്കിലും ഈ യൂട്യൂബിൽ ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പറയാ, ഒരു ജീവനുള്ളവൻ നിന്നെ കൊണ്ടുപോകാൻ ഒരാളായി അവന്റെ വരവാസന്നമായി ഭാവിയെ ഓർത്ത് പുഞ്ചിരി തൂകി അക്കരെ നാട്ടിലേക്ക് പോകുന്ന ദൈവജനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. വിറ്റും നാട്ടും കടം വാങ്ങിയും കടം വാങ്ങിച്ചു ലോഹിയുടെ കാലം പോലെയും ലോത്തിന്റെ കാലം പോലെയും വിശദീകരിക്കാൻ ഒട്ടും സമയം ആഗ്രഹിക്കുന്നില്ല. ആ കാലഘട്ടങ്ങളുടെ അവസ്ഥ പോലെ ഇന്നും ആയിരിക്കുമ്പോൾ ഇതിന്റെ എല്ലാം ഇടയിൽ ദൈവ കുഞ്ഞേ, ദൈവ മകളെ, ദൈവ പൈതലേ, നീ നോക്കേണ്ടത് ഒരു വനിത വന്നിരിക്കുന്നു. ഞാൻ എന്നെ തന്നെ ഇന്ന് രാവിലെ നോക്കുകയാണ്. ഞാൻ പോകാൻ തയ്യാറാണോ? രക്ഷിക്കപ്പെട്ട ഞാൻ, സ്നാനപ്പെട്ട ഞാൻ, കൃപ പ്രാപിച്ച ഞാൻ പോകാൻ തയ്യാറാണോ? എല്ലാത്തിനെയും പിടിച്ചുകൊണ്ടിരിക്കാതെ നീ നിന്നെ തന്നെ ഒരുക്കുവാൻ നിന്നെ തന്നെ തയ്യാറാകുന്നെങ്കിൽ ഈ വരവിന്റെ 1-ാമത്തെ ഘട്ടം, 1-ാമത്തെ പതനം, ഞാൻ കള്ളനെ പോലെ വരുമെന്നുള്ള രഹസ്യ വരവിന്റെ വാണിംഗ് അടുപ്പിരിക്കുകയാണ്. അതിന്റെ ലക്ഷണങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭൂകമ്പങ്ങൾ, ക്ഷാമങ്ങൾ, പട്ടിണി, ഹല്ലേലൂയ, പകർച്ചവ്യാധികൾ, കോവിഡ് മഹാരോഗങ്ങൾ, എന്തുമാകട്ടെ ഒന്നൊന്നൊന്നോ ഇനിയും വന്നോണ്ടിരിക്കുക. ഇന്നലെ ഞാൻ ശുശ്രൂഷിച്ചെടുത്ത് പറയുകയുണ്ടായി, ഇനിയും പകർച്ചവ്യാധിയുടെ ഘട്ടങ്ങൾ വരികയോ, അനവധി വിഷയങ്ങൾ വരികയോ, രക്തദൂഷ്യമായിരിക്കുന്ന രോഗങ്ങൾ വരാൻ പോകുകയോ, അനേകം ആമേൻ ബാഡ് സ്പിരിറ്റിന്റെ മേൽ എന്ന് പറയുമ്പോൾ മെന്റൽ സ്പിരിറ്റ് ആമേൻ പൈശാചിക ശക്തികളിൽ ആക്രമിക്കപ്പെടുകയാണ്. എല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകാനിടയാകും. ദൈവസഭ ഇവിടുന്ന് പോകാറായി. വിലക്ക് വാങ്ങിയ ദൈവജന, വിലക്ക് വാങ്ങിയവന്റെ വേദന അറിയാവുന്നവൻ ഇതാ പോകാറായി. നന്ദൻ വരാറായി, നാവും പോകാറായി. പോകാൻ തയ്യാറായിട്ടുണ്ടോ? He is coming very soon. Our rapture is very soon. He will come. Are you prepared? രാവിലെ യുവാവേ, യുവതിയെ, മാതാവേ, പിതാവേ, നിന്റെ വിഷയങ്ങളുടെ മുമ്പിൽ നീ പതറിക്കൊണ്ടിരിക്കുമ്പോൾ ആ കിടക്കുന്ന പിതാവേ, വേദനയിലായിരിക്കുന്ന മാതാവേ, ദൈവകുഞ്ഞെ,
നിനക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയുടെ പേരാണ്, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നാം ദുഃഖിക്കാൻ പാടില്ല. ഒരു വലിയ പ്രത്യാശയുണ്ട്. എനിക്കൊരു വീടുണ്ട്. ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇപ്പം നമ്മുടെ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വീടൊരുക്കിക്കൊണ്ടിരിക്കുക. നാം അത് വായിക്കുന്നത് മാൻഷൻസ്, വീടുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. മനോഹരമായ വീടുകൾ, കൊച്ചു കൊച്ചു മനോഹരമായ വീടുകൾ അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുക. തൻ്റെ വിശുദ്ധ സഭയെ ചേർക്കാൻ കാലമായി. കള്ളനെ പോലെ അവൻ വരും, രഹസ്യമായി വരും. തൻ്റെ നിക്ഷേപം അവൻ എടുക്കും. അതല്ലയോ കാലഘട്ടം വിളിച്ചറിയിക്കുന്നത്. എന്തോ സംഭവിക്കാൻ പോയി തുടങ്ങുകയാണ്. ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവജനത്തിന്റെ സന്തോഷ വാർത്ത. ഈ ഭൂമിയിൽ കാന്തയ്ക്ക് ഏറ്റവും ആഗ്രഹമുള്ള കാര്യം കാന്തനുമായി അടുക്കുക, മണവാളന്റെ സ്വരം ഒന്ന് കേൾക്കാം. ഇന്ന് പകലിൽ വിവിധ ഭാരങ്ങൾ അനുഭവിക്കുന്ന ജീവിതങ്ങളോട്, ഈ സഭയോടുള്ള ബന്ധത്തിലും ആത്മാവിൽ ഇങ്ങനൊരു ദൂത് കൈമാറുന്നു. മണവാളന്റെ സ്വരം, മണവാളന്റെ ശബ്ദം കേൾക്കാറായി. അവൻ മേഘപ്പേര് ഇതാ വരാറായി. നീ കയറി ചെല്ലാൻ തയ്യാറായിട്ടുണ്ടോ? ഉടുപ്പ് മലിനമാകാതെ ദൈവ കുഞ്ഞെ സൂക്ഷിച്ച് ജാഗരിച്ച് പ്രാർത്ഥനയിൽ സ്തോത്രം പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധാനത്തിൽ കവന്നു വീട് ദൈവകൃപ പ്രാപിച്ച്, ഇത് പോരാ, ആ പ്രാവിനുള്ളത് പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ആകയാൽ രണ്ടാമത്തെ പദ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ന്? നിങ്ങളെ വിട്ടവർ, സ്വർഗാരോഹണം ചെയ്തവർ 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. 50-ാം ദിവസം അവിടുന്ന് ഭൂമിയിലേക്ക് തന്റെ വിശുദ്ധ ആത്മാവിനെ അയച്ച് ഇവിടുന്ന് തന്റെ സഭയെ ചേർക്കാൻ വേണ്ടി വന്ന പരിശുദ്ധ ആത്മാവ്, ഹോളി സ്പിരിറ്റ്, തന്റെ വിശുദ്ധ സഭയുമായി ഇവിടുന്ന് പോകും. 6-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായത്തിന്റെ ശരിയായിട്ട് 10-ാം വാക്യം വരെ അവിടെ വായിക്കുന്നതിന് മുൻപുണ്ട്: കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാന്തയും ഒരുക്കിയിരിക്കുന്നു എന്ന 4-5 അധ്യായങ്ങൾ നാം പഠിച്ചെങ്കിൽ 6 അധ്യായങ്ങൾ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന യാക്കോബിന്റെ കഷ്ടകാലം, the great tribulation, മഹോദ്രകം. വേദപുസ്തക സ്നേഹിത, ഇത് കെട്ടുകഥയല്ല, ഇത് ഐതിഹ്യമല്ല, ഇത് സങ്കല്പമല്ല, ഇത് കാറൽ മാർക്സിന്റെ തലയിലൂടെ ഓടിയതല്ല, ലെനിനിസത്തിലുള്ളതല്ല, ഇത് ഇംഗർസോളിന്റെ ബുദ്ധിയിലുള്ളതല്ല. ഇത് സത്യങ്ങളുടെ ഉറവിടമാകയാൽ ഈ സഭയിൽ നിന്ന് ആരെങ്കിലും ഈ ദൈവവചനം കേൾക്കുന്നെങ്കിൽ അബദ്ധം പറ്റിപ്പോകരുത്. ഓടിക്കേറിക്കോ പെട്ടകത്തിലേക്ക്. ഈ ഭൂമിയിൽ വലിയ പ്രലാപം വരാൻ പോകുന്നു, വലിയ പ്രലാപം വരാൻ പോകുന്നു. അവൻ മേഘാരൂഢനായി വരും. അല്ലയോ നമ്മൾ പഠിച്ചത്? അവൻ മേഘാരൂഢനായി വരും. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഓ ഹല്ലേലൂയ! അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും വരട്ടെന്ന് പറഞ്ഞ ആ സംഭവം നടക്കാൻ പോവുകയാണ്. ഇപ്പോഴും നമ്മൾ അറിഞ്ഞില്ലയോ യഹൂദ നാട്ടിൽ സംഭവിച്ചത്? രക്തപ്പുഴ ഒഴുകുകയാണ്. നാസിക് നേതാവായിരുന്ന ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ 60 ലക്ഷത്തെ യഹൂദന്മാർ കൊലപ്പെട്ട സമയം തുടങ്ങി. ഇങ്ങനെ നാം ചിന്തിച്ചു തുടങ്ങിയാൽ ഇന്നത് ചരിത്ര ഭാഗത്തേക്ക് പോകുമല്ലോ. 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ സഭ ഇവിടെ ഇല്ല. ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഈ വേദഭാഗം വായിച്ചാൽ മതിയാകും. നമ്മൾ വായിച്ചത് അവൻ പോയതുപോലെ മടങ്ങി വരും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന്റെ 2ാമത്തെ പതനം, 2ാമത്തെ ഘട്ടം. ഞാനത് ഇങ്ങനെ ദൈവദാസന്മാർ പറയുന്ന വാക്ക്, മഹത്വ പ്രത്യക്ഷത, പരസ്യ വരവ് വേഗം സംഭവിക്കാൻ പോവുകയാ. തന്റെ കാല് ഒരു മലയിലേക്ക് ചവിട്ടാൻ പോവുകയാണ്. ഈ ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന 70 ആഴ്ചവട്ടത്തിലെ ദാനിയേൽ 9-24 മുതൽ 27 വരെ പിന്നീട് സമയം ലഭിക്കുന്ന അനുസരിച്ച് നമുക്ക് വായിക്കാൻ കഴിയും. ഏറ്റവും ഒടുവിലത്തെ 70-ാം ആഴ്ചവട്ടവുമായി, ഏറ്റവും ഒടുവിലത്തെ 70-ാം ആഴ്ചവട്ടവുമായി ഈ വചനത്തിന് ബന്ധമുണ്ട്. മഹാപീഡന കാലത്തെ കുറിക്കുകയാണ്. അപ്പൊ നാം എവിടെ ആയിരിക്കും?
ദൈവസഭ എവിടെ ആയിരിക്കും? പിതാവിന്റെ അടുക്കൽ. അവിടെ കർത്താവുമായി ഇങ്ങനെ ഒരു വാക്യം അവിടെ കുറിച്ചു കയറുന്നു. എന്താ? അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. ഇന്ന് കഷ്ടത അനുഭവിക്കുന്ന ദൈവവൈതലെ, ഇന്ന് കോവിഡ് പോസിറ്റീവായി, ഇന്ന് ദോഷ്യമായി, ഫംഗസായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഭാരതത്തിൽ അനുഭവിക്കുന്ന ഈ മീഡിയയിലൂടെ ശബ്ദം ശ്രദ്ധിക്കുന്ന വലിയവരും ചെറിയവുമായുള്ളവരെ, നിന്റെ കഷ്ടത മാറാറായി നീ ക്രിസ്തുവിലായ, നീ കൃപയിലായ, നീ രക്ഷകനായ, എനിക്കൊരു കാര്യം ഇന്ന് രാവിലെ പറയാനുണ്ട്. ഭാഗ്യവശാ ഈ വയലിൽ വരാൻ ഭാഗ്യം ലഭിച്ചല്ലോ. ഓ ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമുക്ക് ഓർക്കാൻ, സഭയായ ദൈവം ഇടയാക്കുന്ന വഴികളെ ഓർത്ത്, അധികം ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ വലിയവൻ, എല്ലാവരിലും വലിയവൻ. അവരെ ആരാധിക്കാൻ ഭാഗ്യം നൽകിയതോർത്ത് രാജാതി രാജാവ്, കർത്താതി കർത്താവുമായവൻ തന്റെ പ്രതാപത്തോടുകൂടെ ഈ ഭൂമിയിലേക്ക് വരാൻ കാലമായി. ലോക ജനതയെ അവൻ തൊടാൻ പോകുകയാണ്. ഭൂമിയെ തൊടാൻ പോകുകയാണ്. കിടുകിട കെട്ട് കീറാൻ പോകുകയാണ്. സകല ജാതികളെയും മനോഹരായവൻ, മനോഹരനായവൻ, മനോഹര വസ്തു എന്ന് പരിഭാഷ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ വായിക്കട്ടെ. മനോഹരനായവൻ ഞാൻ കരയെയോ കടലിനെ ഇളക്കാൻ പോകുകയാണ്. ഇത് തുടക്കം മാത്രമാണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4 ജീവികളിൽ നിന്ന് ഇടിമുഴക്കം പോലെ ഒരു വായിച്ചോട്ടെ. ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. മഹാപീഡനം എന്നാൽ എന്ത്? ആർക്ക് വേണ്ടി? അതെപ്പോൾ സംഭവിക്കുന്നു? ഈ ക്വസ്റ്റ്യനുകൾക്ക് മറുപടി പറയണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. മഹാപീഡനം, ഗ്രേറ്റ് ട്രിബുലേഷൻ, സഭാ കാലയളവിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതും സഭയുടെ ഉൽപ്രാപണ ശേഷം യഹൂദന്മാർക്കായി ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന ഒന്നാണത്. പഴയ നിയമ പ്രവചനങ്ങളിൽ നിന്നും വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്, യിരെമ്യാവ് പറഞ്ഞിരിക്കുന്ന വാക്യം വായിക്കേണ്ട, യിരെമ്യാവ് 30:7. അതെന്താണ്? ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം. അത് യാക്കോബിന്റെ കഷ്ടകാലം എന്നും, എങ്കിലും അതിൽ നിന്നും അവൻ രക്ഷിക്കപ്പെടും. നമ്മുടെ കർത്താവ് വലിയ വലിയ പ്രഭാഷണത്തിൽ അതിനെ കുറിച്ച് പറയുന്നത് ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഇനിമേൽ സംഭവിക്കാത്തതുമായ വായിച്ചാൽ പെട്ടെന്ന്. മത്തായിയുടെ സുവിശേഷം 24-21. ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം യാക്കോബിന്റെ കഷ്ടകാലം, മഹോദ്രകാലം. ഈ ഭൂമിയിൽ കുതിരയുടെ കടിഞ്ഞാണോളം ഉയരത്തിൽ രക്തം പൊങ്ങുന്ന, രക്തം ഒഴുകുന്ന വലിയ യുദ്ധങ്ങൾ നടക്കാൻ പോകുന്നു. വലിയ സംഭവങ്ങൾ നടക്കാൻ പോകുന്നു. ഇപ്പൊ ചിലര് ഗോതും ആഗോഗൊക്കെ കൂട്ടിച്ചേർക്കുന്നത് ഞാൻ വായിക്കുന്നുണ്ട് സ്നേഹിത. മാഗോഗ് ഭൂപരന്തവരുടെ പ്രഭുവായ യുദ്ധം വരാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പൊ നടക്കുന്ന യുദ്ധം അതൊന്നുമല്ല. അതെല്ലാം തെരുവാരംഭം മാത്രമാണ്. എന്നാൽ ദൈവത്തിന്റെ അത്താഴം വരുന്നു. കഴുകന്മാര് സഭയിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന
അറിയാമോ? പ്രൈസലോ. അത് പറയുമ്പോൾ എനിക്ക് ചിരി വരും. എന്തോ കാര്യവും വലിയ ഉടമ്പടിയാ. പക്ഷെ ഒരു കാര്യമുണ്ട്, അറബ് രാജ്യങ്ങൾ തിരിയും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആമേ 10 ലോക രാജ്യത്തിന്റെ ആമേ തലയൊക്കെ പുറത്തു വരും. അന്തിക്രിസ്തുവിന്റെ കിരാത വാഴ്ചയ്ക്കായി ആദ്യത്തെ 3.5 വർഷം, പിന്നീടത്തെ 3.5 വർഷം ഒരുക്കപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. 666 ഒക്കെ വിശദീകരിച്ച് ദൈവദാസന്മാർ ഓൺലൈനിലൂടെ ഫേസ്ബുക്കിലൂടെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. കേൾക്കാവുന്നത്രോളം കേട്ടോണം. ഇപ്പം കൂടുതലും കേൾക്കേണ്ടത് എന്താണെന്നറിയാമോ? വരാൻ പോകുന്ന സംഭവങ്ങൾ 6-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അവിടെ തുടങ്ങുകയാണ്. ഇനിമേൽ സംഭവിക്കാത്തതായ വലിയ കഷ്ടകാലം സംഭവിക്കുകയാണ്. അന്ത്യയുദ്ധങ്ങൾ, അന്ത്യപദ്ധതികൾ. ഓ സ്തോത്രം, ഹല്ലേലൂയ. 20-ാം അധ്യായത്തിലോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ്, ആമേൻ, മില്ലേനിയം ട്രെയിന് മുമ്പ് സംഭവിക്കാൻ പോകുന്ന വലിയ സംഭവങ്ങൾ വിശദീകരിച്ചാലും പഠിച്ചാലും തീരാത്തതാണ്. 1-ാം മുദ്ര. ഇവിടെ അങ്ങനെ വായിച്ചത് 1-ാം മുദ്ര. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഈ ഭാഗത്തെ 3 ഭാഗമായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 ക്രോധ കലശങ്ങൾ. അതിൽ 1-ാമത്തെ മുദ്ര, 1-2 വാക്യങ്ങൾ. അത് എന്താണ് കാണിക്കുന്നത്? വെള്ളക്കുതിര മുദ്ര പൊട്ടിക്കുന്നതിന് അതിന് യോഗ്യനായ കുഞ്ഞാട് മാത്രമാണ്. 4 മുദ്ര പൊട്ടുമ്പോഴും വരിക എന്നുള്ള ആജ്ഞാശബ്ദം കേൾക്കുന്നു. ഭൂമിയിൽ നടക്കാൻ പോകുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ കാണാൻ 4 ജീവികളിൽ ഒന്ന് യോഹന്നാനെ സന്തോഷത്തോടെ ക്ഷണിക്കുകയാണ്. പറഞ്ഞു പോകാനേ നിവൃത്തിയുള്ളൂ. അവിടെ വായിച്ചത് ഇങ്ങനെ അല്ലയോ? ഇടിമുഴക്കം, ദൈവിക പ്രത്യക്ഷതയെ കാണിക്കാൻ. വാക്യം ഒന്നുകൂടെ നോക്കിക്കേ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. 6-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ഇടിമുഴക്കം പോലൊരു ശബ്ദം, ഇല്ലയോ? ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. നോക്കിക്കേ, 4 മുദ്ര പൊട്ടുമ്പോഴും വരിക എന്നുള്ള ആജ്ഞ, ആ ശബ്ദം, ഹല്ലേലൂയ. 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം അവിടെ വെളിപ്പെടുമ്പോ നോക്കിക്കേ, യോഹന്നാനെ സന്തോഷത്തോടെ ക്ഷണിക്കുക. ഇടിമുഴക്കം ദൈവിക പ്രത്യക്ഷതയെ കാണിക്കുന്നു. വെളിപ്പാട് പുസ്തകം 10:3, ആമേ 14 വാക്യങ്ങൾ എല്ലാ വേദഭാഗങ്ങളും ഉണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. വാക്കുകൾ നിർത്തേണ്ടത് ആവശ്യമായിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ അനവധി സംഭവങ്ങൾ, ആമേ, അതിന്മേൽ ഇരിക്കുന്നവരാരാണ്? ഇത് അടുത്ത ദിവസങ്ങളിൽ ആ വെള്ളക്കുതിരയെ പറ്റിയും അതിന്റെ ഡീറ്റെയിൽസുകൾ പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നുണ്ട്. കണ്ടിന്യൂവേഷൻ ലഭിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ വിവിധ സബ്ജക്റ്റുകൾ അതിനകത്ത് കയറി വരാതെ, ഓ ഹല്ലേലൂയ, ഈ ലോകത്തിൽ നടക്കാൻ പോകുന്ന അനവിദൂരമായ സംഭവങ്ങൾ അതിന്റെ മുമ്പിൽ മുട്ടുമടക്കാനാണോ ഇന്നെ വിളിച്ചത്? അല്ല, ഇവിടെ കയറി വരിക. ആ ശബ്ദം കേൾക്കാൻ ഇടിമുഴക്കം പോലൊരു ശബ്ദം വരുന്നുണ്ട്. അതിനു വേണ്ടിയല്ല ഇപ്പൊ നിന്നെ വിളിച്ചിരിക്കുന്നത്. കാഹളം പോലൊരു ശബ്ദം ഇത് കേൾക്കാറായി. ഈ കോവിഡ് മാത്രമല്ല, അനവധി ലക്ഷണങ്ങൾ അറിയിക്കുകയാണ്. ഒരുവൻ വന്നിൽ വരാറായി, സൃഷ്ടിയിട്ടിരിക്കുന്നു. അത്യുദാനം പ്രാപിച്ച, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച ദൈവമക്കൾ, അഭിഷേകം പ്രാപിച്ച ദൈവകുഞ്ഞുങ്ങൾ, ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ ഒന്നോർത്തുകൊള്ളണം. ആമേൻ. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ അടുക്കൽ വന്നിരിക്കുന്നു. അവൻ വാതിൽക്കൽ വന്നിരിക്കുന്ന ഇടയാത്ത നാട്ടിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിരിപ്പിനാകയാൽ. ഈ ഭൂമിയിൽ വലിയ പ്രലാപവും ദുഃഖവും കണ്ണുനീരും കഷ്ടതയും നടക്കുമ്പോൾ ദൈവവൈദ്യങ്ങൾ നാം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നത് എത്രയോ വലിയ വിശേഷമാറിയ അനുഭവം ആയാൽ വീട്ടിലാണെങ്കിലും പ്രാർത്ഥനയിൽ തലകുണക്കിക്കോണം. കുടുംബ പ്രാർത്ഥനകൾ ഒട്ടും മുടക്കരുത്. ഇപ്പം നമ്മുടെ വീടുകളിൽ കുടുംബ പ്രാർത്ഥനകൾ വളരെ കുറവാണ്. ഒരു ഉപദേശമായിട്ട് ഏറ്റെടുക്കാം. നമ്മുടെ വീടിനകത്തൊരു കൊച്ചു സഭായോഗം പോലെ ആ വീട്ടിലെ സഭായോഗമൊക്കെ എത്ര അനുഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ ആരാധന വെളിപ്പെടട്ടെ, നമ്മുടെ ഹോളുകളിൽ ആരാധന വെളിപ്പെടട്ടെ, ദൈവ സാന്നിധ്യം വരട്ടെ. അടച്ചിട്ടണം തുറക്കട്ടെ. ഒരു ശബ്ദം നാം കേൾക്കാൻ പോകുന്നു. ഈ ഇടിമുഴക്കത്തിന്റെ ശബ്ദമല്ല, വലിയ കഷ്ടതയുടെ ശബ്ദമല്ല. ഇതൊരു ഒരുക്കത്തിന്റെ
ശബ്ദമാ എന്നോട് ചേർന്ന് കണ്ണുകൾ അടച്ചാട്ട്. അതാത് സ്ഥാനങ്ങളിലായിരിക്കുന്നവർ, അതാത് വേദനകളിലായിരിക്കുന്നവർ, രോഗത്തിലായിരിക്കുന്നവർ, ദുഃഖത്തിലായിരിക്കുന്നവർ, വെളിപ്പാട് പുസ്തകം 6-ന്റെ ആരംഭം ചിന്തിച്ചപ്പോൾ തന്നെ അതിന് മുമ്പ് പറഞ്ഞു അവൻ പോയതുപോലെ വരും. ഇതാ ലോകത്തിൽ ഒരു ഗുരുവുണ്ടെങ്കിൽ, ലോകത്തിൽ ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ, ലോകത്തിൽ ഒരു ചരിത്രകാരനുണ്ടെങ്കിൽ, ഇതാ എന്റെ യേശു അവൻ പറഞ്ഞതുപോലെ സ്ഥാപിക്കും. സകലരുടെയും കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ ഈ ഉയർപ്പിന്റെ ദിവസം നമുക്ക് പറയാം അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റെങ്കിൽ He is the risen Lord, He is the Rami, He is coming very soon. Are you kneel down in the presence of Holy God? അവന്റെ സന്നിധാനത്തിൽ നിന്നെ തകർക്കാൻ, നിന്നെ ഏൽപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചു കൊള്ളുക. ഇപ്പോ പ്രാർത്ഥിക്കാൻ നല്ല സമയമാണ്. ഏത് രാത്രിയിലാണെങ്കിലും, ഏത് പകലാണെങ്കിലും, ഏത് ടൈം സോണിലാണെങ്കിലും നിങ്ങൾ ഞങ്ങളോടുകൂടെ പ്രാർത്ഥിക്കുക. അതോ മഹോദര കാലഘട്ടത്തിലേക്ക് ഒരുങ്ങുകയാണോ? ഈ ഭൂമിയിൽ സംഭവിക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയ മേധാവി, സാമൂഹ്യ മേധാവി, ചരിത്രത്തെ പഠിപ്പിക്കുന്ന ടീച്ചറെ ഇന്ന് രാവിലെ നിന്നോട് പറയുന്നു, ഇതിനകത്ത് കടക്കാനല്ല നിന്നെ വിളിച്ചത്, ഇതാ എന്നോടുകൂടെ ചേർന്ന് പന്തിയിലിരിക്കുക. രാജാവിന്റെ ദിവസങ്ങൾ അടുത്തിരിക്കുന്നത് വരിക, കേൾക്കുക, അനുഗ്രഹം പ്രാപിക്കുക. പരിശുദ്ധ പിതാവേ, ഈ രാവിലെ സമയം ഞങ്ങളുടെ സമയം അല്പം മുന്നോട്ട് പോയെങ്കിൽ യോഗ്യ പിതാവേ, നിന്റെ വചനം ഞങ്ങൾക്ക് വേണ്ടി നീ വീടൊരുക്കി ഞങ്ങൾ അനേക പ്രാവശ്യം അത് ചിന്തിച്ചത്. ഞങ്ങളുടെ ഹൃദയം കലങ്ങുന്നതാണ്. ഭാരമുണ്ട്, വേദനയുണ്ട്, രോഗമുണ്ട്, കഷ്ടതയുണ്ട്. ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്തോത്രം കർത്താവേ, പലവിധമായ വിഷയങ്ങൾ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട്. ഹാർട്ട് സർജറി, വലിയ സർജറികൾ, പല രോഗങ്ങള്, ഒത്തിരി രോഗികൾ കോവിഡായി അവിടെ കേരളത്തിൽ, ഇന്ത്യയിൽ, ദേശത്ത് ഒത്തിരി പേർ മാറ്റപ്പെടുന്നല്ലോ കർത്താവേ. രാജ്യങ്ങളിൽ മാറ്റപ്പെടുന്നല്ലോ കർത്താവേ. ഇപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മീഡിയയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ പൈതലിനെ തൊടുവാറാകണമേ. ദൈവ സാന്നിധ്യം മതി, ഞങ്ങൾക്ക് കഴിവില്ല കർത്താവേ. ഈ ഭൂമിയിൽ വലിയ കഷ്ടത ഉണ്ടാകുമ്പോൾ അവർ അങ്ങയോടുകൂടെ ആയിരിക്കുമെന്നുള്ള പ്രത്യാശ എന്ന പകലിൽ അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ. അനേക ദൈവദാസന്മാർ കുടുംബങ്ങൾ വേർപാട് ദുഃഖത്തിലായിരിക്കുന്നല്ലോ പിതാവേ, നീ അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളെയും ദുഃഖിതരെയും സമാശ്വസിപ്പിക്കുന്ന ദൈവം, കണ്ണുനീര് തുടയ്ക്കുന്നവൻ, കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടയ്ക്കുന്നവൻ ഞങ്ങൾ നാഥനോട് കൂടെ ആയിരിക്കും. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി, ഞങ്ങളെ കേൾപ്പിച്ച ദൈവാലോചനകൾക്കായി ഈ കർത്താവെ, ഈ സമയം ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു. അങ്ങയുടെ പരസ്യവരവ്, അങ്ങയുടെ മഹത്വ പ്രത്യക്ഷത ഏറ്റവും അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതിനു മുമ്പ് തന്റെ കുഞ്ഞുങ്ങളെ വേഗം ചേർക്കാൻ പോവുകയാണല്ലോ. ആ വലിയ സംഭവം ഒരുങ്ങുകയാണല്ലോ. അന്ത്യക്രിസ്തുവിന്റെ കിരാത വാഴ്ചയ്ക്ക് വേണ്ടി ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, അധർമ്മമൂർത്തിയുടെ വെളിപ്പാട് വേഗം സംഭവിക്കാൻ വരുമ്പോൾ, വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അനേകർ ഈ മഹാവ്യാധിയാൽ വിശ്വാസത്യാഗം എവിടാ നിന്റെ ദൈവം, എവിടാ നിന്റെ യേശു എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ലോക ജനത ഞെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു സന്തോഷ വാർത്തയുടെ അടുപ്പ് ഞങ്ങളെ എപ്പിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി വീടുണ്ട്, ഞങ്ങൾക്കൊരു സ്വസ്ഥതയുണ്ട്. ഇന്ന് പകലിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളെ ആശ്വസിപ്പിക്കണമേ, സൗഖ്യം വ്യാപരിക്കണമേ, പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ, ജീവനുള്ള പ്രത്യാശ. ചില ജീവിതങ്ങൾ പിടഞ്ഞ് വികസിക്കുന്ന ദൈവശക്തി, ഓപ്പറേഷനുകൾ മാറട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ബന്ധങ്ങൾ അഴിയട്ടെ. നിന്നെ കൈവിടുന്ന കർത്താവല്ല, നിന്റെ കുഞ്ഞിനെ കൈവിടുന്ന കർത്താവല്ല, നിന്റെ മോളെ കൈവിടുന്ന കർത്താവല്ല. ഇന്ന് നിന്നെ തൊട, ഇന്ന് നിന്നെ ശക്തീകരിക്കാൻ, ആ നിത്യതയുടെ ശബ്ദം കേൾക്കാൻ, ആ ദൈവശക്തി വ്യാപരിക്കാൻ. എപ്പോഴും ഭാവി 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 മാത്രം അറിയാതെ ഇന്ന് പകലിൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഭാവി തിരിച്ചറിയാൻ ദൈവാത്മാവ് ബുദ്ധിയോടെ ശിക്കുന്നു. അത്ഭുതങ്ങളെ ചെയ്യണം, വിടുവിക്കണം, ബാധ്യതകളെ അഴിക്കണം, പ്രശ്നങ്ങളെ അഴിക്കണം, ദൈവകൃപ പകരണം. 18 വർഷം കൂനിയായ സ്ത്രീയെ വിടുവിച്ചതുപോലെ സൗഖ്യദായകൻ ഇപ്പോൾ വിടുതൽ അയച്ച് തന്റെ ജനത്തെ ഒരുക്കും, മഹത്വമെടുക്കും. ഞങ്ങളെ വീണ്ടും ഈ വെളിപ്പാട് പഠിപ്പിക്കണം.
യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കർത്താവോടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് അതാത് സ്ഥാനങ്ങൾ ദൈവത്തെ സ്തുതിക്കാം. എനിക്കറിയാൻ വയ്യ, ചിലരെ കർത്താവ് തൊട്ടിട്ടുണ്ട്. പ്രത്യാശയുടെ ആ വാക്കുകൾ കുറഞ്ഞു പോയ ചിലരെ പ്രത്യാശ നാടിനോട് അടുപ്പിക്കുന്നുണ്ട്. ഭാവികാലം ഓർത്ത് പുഞ്ചിരി തൂകാൻ ഇന്ന് പകല് ഈ കഷ്ടതയുടെ ചെറിയ കാലമേ ഉള്ളൂ, എന്നാൽ വലിയ കഷ്ടത വരാൻ പോകുന്നു. ലോക ജനത, രക്ഷിക്കപ്പെടാത്തവർ, നിത്യമായ സ്നേഹം അറിയാത്തവർ, സ്നാനപ്പെടാത്തവർ ഇത് തള്ളപ്പെടാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ! എന്നാൽ നിത്യയുഗങ്ങൾ യുഗങ്ങൾ അതോടൊത്ത് വാഴുന്ന ആസന്ന ഭാവി ഏറ്റവും അടുത്തത് കൊണ്ട് ആരെങ്കിലും സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ ഈ പകലിൽ ഈ മെസ്സേജ് നിങ്ങൾക്കായി നൽകുകയാണ്. God bless you. ദൈവം നിങ്ങളെ എല്ലാവരെയും ശക്തിയായി അനുഗ്രഹിക്കട്ടെ. ഒന്നിനും ഒരു കുറവും വരാതെ അവന്റെ വരവോരെയും കാത്തിരുന്ന് ദീർഘക്ഷമയോടെ ജീവിപ്പാൻ സർവകൃപാലുവായ കർത്താവ് സഹായിക്കട്ടെ. അടുത്തയാഴ്ച വീണ്ടും കാണുവോളം കൃപയിൽ സൂക്ഷിക്കട്ടെ. God bless you everyone. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുവാൻ